ശ്രീനാരായണ ജയന്തി വള്ളംകളിയുണ്ട്, ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുണ്ട്. തെറ്റിപ്പോരുത്. ശ്രീനാരായണ ജയന്തി വള്ളംകളി എവിടാന്നറിയാമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നമ്മൾ കുറേ കൺഫ്യൂസിങ് ഫാക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു റിവിഷനാണ്. പരീക്ഷകളൊക്കെ അടുത്ത് കഴിഞ്ഞു അല്ലേ? എക്സൈസ് വരുന്നു, സെക്രട്ടേറിയറ്റ് OA വരുന്നു, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷ വരുന്നു, പോലീസ് വരുന്നു, ഫയർഫോഴ്സ് വരുന്നു. നല്ലൊരു റിവിഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആത്മവിശ്വാസത്തോടെ പഠിക്കുക. മനസ്സിൽ വേറെ ടെൻഷനൊന്നും ഇല്ലാതെ എനിക്ക് ഈ ജോലി കിട്ടും എന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഒരുവിധം കവർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളെല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആവണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നല്ലോണം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്, എക്കണോമിക്സിന്റെ ഭാഗം ഏത് എന്നൊക്കെ നിങ്ങൾക്ക് തരംതിരിച്ച് നിങ്ങൾ മാറ്റണം. അതുപോലെ ഹിസ്റ്ററിയിലായാലും സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ പത്രങ്ങൾ, അല്ലെങ്കിൽ 1857 റിവോൾട്ടിലെ നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് കുറേ കോഡ് ടോപ്പിക്സ് ഇല്ലേ, അങ്ങനെ തരംതിരിച്ച് മാറ്റുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ ഭാഗം അത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റം ഉണ്ടാകണം. അല്ലാതെ ഇന്ന സാറ് പറഞ്ഞാലേ ഇന്ന ആൾക്കാർ ചെയ്താലേ ഞാൻ അതൊക്കെ നോക്കത്തോളൂ എന്ന രീതിയിൽ ഇരിക്കരുത്. അതുപോലെ നല്ല രീതിയിൽ ടോപ്പിക്ക് കവർ ചെയ്ത് പല തവണ റിവിഷൻ നടത്തണം. മോക്ക് ടെസ്റ്റുകൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ വെച്ചോ കുറേ ഓപ്ഷൻ തെറ്റി ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നല്ലൊരു ആഴ്ചയിൽ ഒരു 2 മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് ശീലിക്കാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഓക്കെ, അപ്പോൾ ഓരോരുത്തരോടും പറയാം, മുന്നോട്ട് പോവുക. ഞങ്ങളുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും ഉണ്ടായിരിക്കും. മനസ്സുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചിലപ്പോൾ അസുഖങ്ങൾ വരാം, ചിലപ്പോൾ വീട്ടിലെ വിഷമങ്ങൾ വരാം, എല്ലാം വരാം. അതൊന്നും നോക്കരുത്. കാരണം പരീക്ഷ കഴിഞ്ഞു പോയിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇനി എന്നൊരു ചോദ്യമുണ്ട്. പലരും LGS കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞവരാ, സാറേ എനിക്ക് ഫോഴ്സ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല, എനിക്ക് LGS ആയിരുന്നു പ്രതീക്ഷ, അത് പക്ഷേ ഞാൻ ഹാളിൽ കൊണ്ടുപോയി തെറ്റിച്ച് സാറേ, ഇനി ഞാൻ LGSന് വേണ്ടി അടുത്ത പ്രാവശ്യം ഇനി എന്ന് വരെ കാത്തിരിക്കണം, ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിയിൽ പോയാ സാറേ, പ്രൈവറ്റ് ജോലി ഏതെങ്കിലും, അല്ലെങ്കിൽ LDC എനിക്ക് കിട്ടിയില്ല, ഇനി എനിക്ക് ഇപ്പോഴൊന്നും സാധ്യം, പിന്നെ ചില ഒരു ഫോഴ്സ് ഒന്നും എനിക്ക് നടക്കത്തില്ല സാറേ, ഫിസിക്കലി പറ്റത്തില്ല, അല്ലെങ്കിൽ വയസ്സ് ഓവറായി സാറേ, അങ്ങനെ പ്രൈവറ്റ് ജോലിക്ക് പോയവരുണ്ട്. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, കുറച്ചും കൂടെ ചിലപ്പോൾ നിങ്ങൾ ഈ പഠിച്ചത് ചിലപ്പോൾ മറ്റു പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുമെന്നേ. എല്ലാവർക്കും അങ്ങ് മുമ്പിൽ വരുന്ന പരീക്ഷ കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക, ഇപ്പോൾ 1,00,000 പേര് എഴുതുന്നു. അതിൽ എത്ര പേര് ലിസ്റ്റ് വരുന്നത്? 300 പേര്, 500 പേര്, 600 പേര്, ചിലപ്പോൾ 1000 പേര്, ചിലപ്പോൾ വളരെ കുറച്ച് പേര്, 200 പേരൊക്കെ ഉള്ളൂ അല്ലേ? അതിലൊരാളാവുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ കിട്ടത്തില്ല, നിങ്ങൾ കട്ടയ്ക്ക് പഠിച്ച പരീക്ഷ കിട്ടണമെന്നില്ല, അടുത്ത പരീക്ഷയെ നേടത്തുള്ളൂ. അല്ലാതെ മനസ്സ് മടിച്ചിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി അങ്ങ് പോയി പിന്നെ അടുത്ത പരീക്ഷ, അവരുടെ പരീക്ഷ വിളിക്കുന്ന സമയത്ത് 2027 26 ഒക്കെ വിളിക്കുന്ന LD LGS സമയത്തൊക്കെ ഇറങ്ങി തിരിച്ചാൽ മതി എന്നാണോ പറയുന്നത്? അപ്പോഴത്തേക്ക് ഈ വരുന്നവർ തന്നെയാണ് നിങ്ങളിവിടെ വീണ്ടും മത്സരിക്കാൻ വരുന്നത്, ഈ വർഷം പഠിച്ചവരും ഒക്കെ. അതുകൊണ്ട് മുമ്പിൽ പരീക്ഷകളില്ല എങ്കിലും ആ പരീക്ഷകൾ, നമ്മുടെ ഫോഴ്സ് പരീക്ഷകളും ഒത്തിരി അതിനുവേണ്ടി കട്ടയ്ക്ക് അങ്ങ് പഠിക്കുക. അതൊക്കെ നിങ്ങൾക്ക് മറ്റു പരീക്ഷകൾക്ക് പ്രയോജനപ്പെടും, ഭയങ്കര എളുപ്പമായി മാറും. അതുകൊണ്ട് വേറെ ചിന്താഗതി ഒന്നും വേണ്ട, ജോലി കിട്ടുമെന്ന്. ഇതായത് നമ്മളെ പോലുള്ളവരല്ലേ ഈ കയറിയതൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യ പരീക്ഷണം പോലെ കുറേ നാൾ കാത്തിരിക്കണം. നിങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളുടെ പോരായ്മ മാറ്റി കൊണ്ടുവന്ന് മുമ്പിൽ വന്നിട്ട് ആ ജോലി കയറുമ്പോൾ അതൊരു അഭിമാനമാണ്. ജോലി കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, കട്ട് ഓഫിന്റെ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഡിലീഷൻ കഴിഞ്ഞ് കട്ട് ഓഫിൽ നിന്ന് താഴെ പോയി എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങൾ ഇരിക്കും. പക്ഷെ അതൊക്കെ ഒരു സൈഡിലൂടെ കൊണ്ടുപോവുക. വീട്ടിലെ വിഷമങ്ങളും എല്ലാം ഒരു സൈഡിലൂടെ കൊണ്ടുപോവുക. ജോലി കിട്ടുമ്പോൾ നിങ്ങളെ വിട്ടുപോയ എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരും, എല്ലാവരും. കാരണം നിങ്ങളോട് എതിർത്ത് നിന്നവരായാലും, നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും ബന്ധുക്കളായാലും കൂട്ടുകാരായാലും, നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വേറൊരു രീതിയിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്കും ഒരു അഭിമാനം നിങ്ങളുടെ നാട്ടിൽ അല്ലേ? അതുകൊണ്ട് കുറച്ച് നാൾ കഷ്ടപ്പെട്ട് നമ്മളപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്. നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്ക്. പഠിച്ചാൽ കിട്ടുമെന്ന്, അല്ലാതെ ആരും കേൾക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല ഇപ്പം കൊണ്ടുവരുന്നത്. ലോകത്തങ്ങ് കേൾക്കാത്തതൊന്നും അല്ല ഇപ്പം കറക്റ്റ് ടോപ്പിക്ക് വെച്ച് പഠിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആവർത്തിച്ച് പഠിച്ച് റിവിഷൻ നടത്തുക. റിവിഷനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നടത്തണം കേട്ടോ. ഓക്കെ, നമുക്ക് പോട്ടെ. ഇന്ന് ഞാൻ നല്ലൊരു റിവിഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. റിവിഷൻ ചിലപ്പം പോയിന്റുകൾ ഇത് 1 2 ഒക്കെ കാണും, പക്ഷെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നല്ലൊരു എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് പഠിച്ചവർക്ക് ഒരു പ്രയോജനപ്പെടും. ഓക്കെ, തുടക്കക്കാർക്ക് ഒരു ഇച്ചിരി പാടായിരിക്കും. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നു, ഇതെന്താന്ന് അത് നോക്കണ്ട. ഞാൻ പറഞ്ഞ ഈ ലെവൽ ആകാൻ വേണ്ടി തുടക്കക്കാരും ഒന്ന് ആലോചിക്കുക, ഇതെല്ലാം ഒരു സമയത്ത് പഠിക്കണ്ടേ. അദ്ദേഹം പറയുന്നതല്ല ഇത് ഈ അടുത്ത കാലത്തൊക്കെ ആവർത്തിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹം അത് ഓർത്തോർത്ത് പറയുന്നതെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ,
നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതെന്ന്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. എന്നാ തുടങ്ങിയത് നെഹ്റു ട്രോഫി വള്ളംകളി? 1952 അല്ലെ? 1952 നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയത്. ഒരു നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിലാണ്, വേമ്പനാട്ട് കായലിന്റെ സബ് കായലായ ആലപ്പുഴ ജില്ലയിൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് അല്ലെ? വള്ളംകളി നടക്കുന്നത് ആഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയിലാണ് എല്ലാ വർഷവും ഇത് ആചരിക്കുന്നത്. ഏതാ? നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആദ്യകാല നാമം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതായിരുന്നു കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാല നാമം എന്തായിരുന്നത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നായിരുന്നു ആദ്യകാലത്ത്. പിന്നീടാണ് നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് മാറിയത്. ഓർത്തു വെച്ചിരിക്കുക. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാന്നറിയാമോ? കഴിഞ്ഞ വർഷത്തെ, അത് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി കാരിച്ചാൽ ചുണ്ടനായിരുന്നു. 2024 നീലു എന്ന നീല പൊന്മാനായിരുന്നു ഭാഗ്യചിഹ്നം. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരിച്ചാൽ ചുണ്ടൻ. 2023 വീയപുരം ചുണ്ടനാണ്. അപ്പൊ 2024 നെഹ്റു ട്രോഫി വള്ളംകളി ആർക്കാണ് കിട്ടിയത്? കാരിച്ചാൽ ചുണ്ടനും. 2023 ആർക്കാണ് കിട്ടിയത്? വീയപുരം ചുണ്ടനുമാണ് 2023 നെഹ്റു ട്രോഫി വള്ളംകളി കിട്ടിയത്. ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിന്റെ സബ് കായലായ പുന്നമട കായലിൽ. അടുത്ത നോക്കാം, ഞാൻ എഴുതിയിരിക്കുന്ന ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതെന്ന്? ഏതാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി? ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി അല്ലെ? പമ്പാ നദിയിലാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി. അത് ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയാണ്. പമ്പാ നദിയിൽ 2 വള്ളംകളി ഉണ്ട്. ചമ്പക്കുളം മൂലം വള്ളംകളി കേട്ടിട്ടില്ലേ നിങ്ങള്? ചമ്പക്കുളം മൂലം വള്ളംകളിയും പമ്പാ നദിയിലാണ്. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഇങ്ങനെ ചോദിച്ചു, അതായത് വള്ളംകളി സീസണിലെ ആദ്യത്തെ വള്ളംകളി ഏതെന്ന് ചോദിച്ചു. ഒരു വർഷത്തെ വള്ളംകളി സീസണിൽ നടക്കുന്ന ആദ്യത്തെ വള്ളംകളിയും ചമ്പക്കുളം മൂലം വള്ളംകളി. ഏത് നദിയിലാണ്? പമ്പാ നദിയിൽ. അപ്പൊ 2 എണ്ണം പഠിച്ചേ. ആറന്മുള ഉത്രിട്ടാതിയും ചമ്പക്കുളം മൂലം വള്ളംകളിയും ഏത് നദിയിലാ? പമ്പാ നദിയിലാ അല്ലെ? പമ്പയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പമ്പയെ വിളിക്കുന്ന മറ്റു പേരുകൾ ദക്ഷിണ ഭഗീരഥി, ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി അല്ലെ? ദക്ഷിണ ഭഗീരഥി, ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പമ്പ. പമ്പ ഏത് മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പമ്പ പുളിച്ചി മലയിൽ നിന്നും അല്ലെ? പുളിച്ചിമല, ശിവഗിരി മലയല്ല, പുളിച്ചിമല. ശിവഗിരി മലയിൽ നിന്ന് വരുന്നത് പെരിയാറ, ആനമലയിൽ നിന്ന് വരുന്നത് ഭാരതപ്പുഴയാ. പുളിച്ചിമലയിൽ നിന്ന് വരുന്ന നദി ഏതാണ്? പമ്പയാണ്, പുളിച്ചി മലയാണ്. അപ്പൊ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും ബാരിസ് എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പമ്പ നദി. മരാമൺ കൺവെൻഷൻ നടക്കുന്നതൊക്കെ പമ്പാ നദിയിലല്ലേ? പത്തനംതിട്ട ജില്ലയിലെ ഹിന്ദുമത സമ്മേളനവും ചെറുകോൽപ്പുഴ സമ്മേളനവും മരാമൺ കൺവെൻഷൻ ക്രിസ്തീയ സമ്മേളനം ഒക്കെ നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് 2-3 വള്ളംകളികൾ ചോദിക്കട്ടെ, ഏതാന്ന് നോക്കാം. ഈ അയ്യങ്കാളി ട്രോഫി ജലോത്സവം നടക്കുന്നത് എവിടാന്നറിയാമോ? അയ്യങ്കാളി ട്രോഫി ജലോത്സവം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായലിലാണ്. അയ്യങ്കാളി ട്രോഫി ജലോത്സവം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ. വെള്ളായണി കായൽ എന്ന് പറഞ്ഞപ്പോ എന്താ ഓർമ്മ വരുന്നത് മനസ്സിലെ? വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായൽ. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാ? അത് വയനാട് പൂക്കോട് തടാകം. അപ്പൊ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായല് തിരുവനന്തപുരത്താണ്. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം വയനാട് പൂക്കോട് തടാകമാണ് അല്ലെ? അപ്പൊ വെള്ളായണിയിൽ നടക്കുന്നത് അയ്യങ്കാളി ട്രോഫി ജലോത്സവം. അതുപോലെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ പേരിൽ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. പമ്പാ നദിയുടെ ഒരു പോഷക നദിയില്ലേ അച്ഛൻ കോവിലാർ? അച്ഛൻ കോവിലാറിലാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്നത്. എന്നാ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയത്? മദർ തെരേസയ്ക്ക് 1979 അല്ലെ? ഇന്ത്യയിൽ ആദ്യമായി സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് മദർ തെരേസയിലെ. 2 പേർക്ക് സമാധാനത്തിന് ഇന്ത്യയിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. ആർക്കൊക്കെ? 2 പേർക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം. ഒന്ന് മദർ തെരേസ 1979, രണ്ടാർക്ക? കൈലാഷ് സത്യാർത്ഥി അല്ലെ? കൈലാഷ് സത്യാർത്ഥി 2014 കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം. അദ്ദേഹമല്ലേ ഒരു കുട്ടികളുടെ സംഘടനയൊക്കെ കൊണ്ടുവന്നത്? കുട്ടികളുടെ സംഘടന ഏതാണ്? കൈലാഷ് സത്യാർത്ഥി രൂപീകരിച്ച കുട്ടികളുടെ സംഘടന ബച്ചുവൻ ബച്ചാവോ ആന്തോളൻ. ബച്ചുവൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയാണ് കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന. നർമ്മദ ബച്ചോവൻ ആന്തോളൻ ആരുടെ? നർമ്മദ ബച്ചോവൻ ആന്തോളൻ അത് മേധാ പട്കറുടെ. ബച്ചുവൻ ബച്ചാവോ ആന്തോളനാണ് കൈലാഷ് സത്യാർത്ഥിയുടെ. 2014 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയ്ക്ക് കിട്ടി, അറിയാമോ? മലാല യൂസഫായി. മലാല യൂസഫായും കൈലാഷ് സത്യാർത്ഥിക്ക് ഒരേ വർഷമാണ് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ഏത് വർഷമാ? 2014. അപ്പൊ മദർ തെരേസ വള്ളംകളി
നടക്കുന്നത് എവിടെയാണ്? അത് അച്ഛൻ കോവിലാറാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി ജലോത്സവം, ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി ജലോത്സവം കൊച്ചി കായലിലാണ്. രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം നടക്കുന്നത് പുളിങ്കുന്നിലാണ്. അതായത് കുട്ടനാട് പുളിങ്കുന്ന്, പമ്പാ നദിയുടെ ഒരു ഭാഗമാണ് പുളിങ്കുന്ന് എന്ന് പറയുന്ന ഭാഗത്താണ് രാജീവ് ഗാന്ധി വള്ളംകളി. കുഞ്ഞാലിമരക്കാർ ട്രോഫി ജലോത്സവം ഉണ്ട്. കുഞ്ഞാലിമരക്കാർ ട്രോഫി ജലോത്സവം എവിടാന്നറിയാമോ? ചാലിയാർ നദിയില. കുഞ്ഞാലിമരക്കാർ ട്രോഫി ജലോത്സവം എവിടെയാണ്? ചാലിയാർ നദിയില. അതുപോലെ ശ്രീനാരായണ ജയന്തി വള്ളംകളിയുണ്ട്, ശ്രീനാരായണ ട്രോഫി വള്ളംകളിയുണ്ട്. തെറ്റിപ്പോരുത്. ശ്രീനാരായണ ജയന്തി വള്ളംകളി എവിടാന്നറിയാമോ? അത് നമ്മുടെ കുമരകത്താണ്, കോട്ടയം കുമരകത്താണ് ശ്രീനാരായണ ജയന്തി ട്രോഫി വള്ളംകളി, ജയന്തി വള്ളംകളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി എവിടെയാണ്? അത് കുമരകത്ത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടാന്ന് ചോദിച്ചാൽ കന്നേറ്റി കായലിലാണ്. കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. പിന്നെ വേറൊരു വള്ളംകളി പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. താഴത്തങ്ങാടി ബോട്ട് റൈസ് എവിടാ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. താഴത്തങ്ങാടി ബോട്ട് റൈസ് അതെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കോട്ടയം മീനച്ചിലാറാണ്. കോട്ടയം മീനച്ചിലാറാണ് താഴത്തങ്ങാടി ബോട്ട് റൈസ്, അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്ന വർഷം 1952 പുന്നമടക്കായലിലാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് വിളിക്കുന്നു. ജലത്തിലെ പൂരം ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം. പമ്പാ നദിയിലാണ്. പമ്പയിലെ നല്ല രണ്ടെണ്ണം പറഞ്ഞയുടെ ചമ്പക്കുളം മൂലം വള്ളംകളിയും പമ്പാ നദിയിലാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് കയറി വരാൻ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയെ ജലത്തിലെ പൂരം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം അതത്രയും ആ വള്ളംകളികൾ ഒരുവിധം പഠിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഏതാന്ന് നോക്കി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 61. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കിയത് ആരാണ്? 61. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 88ലാണ് ഇത് കുറയ്ക്കുന്നത്. പക്ഷേ 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989. 61ാം ഭേദഗതി ആരാണ് കുറച്ചത്? ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. എന്തൊക്കെയാ രാജീവ് ഗാന്ധിക്ക് പഠിക്കുന്നത്? രാജീവ് ഗാന്ധിക്ക് പഠിക്കുന്നത് എന്തൊക്കെയാ? കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെ? 1985 കൂറുമാറ്റ നിരോധന നിയമം, മറന്നുപോരുത്, വർഷം തെറ്റരുത്. 1985 കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? രാജീവ് ഗാന്ധി. പിന്നെന്താ? നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? രാജീവ് ഗാന്ധി. കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആരുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അതുപോലെ ഈ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് ഒരു മലയാളിയാണ്. ഇന്ത്യയിലെ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്ന മലയാളി ആരാന്നറിയാമോ? വി കെ കൃഷ്ണമേനോനാണ്. അപ്പൊ സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? വി കെ കൃഷ്ണമേനോൻ. ഏത് ജില്ലക്കാരനാ വി കെ കൃഷ്ണമേനോൻ? കോഴിക്കോട്. വി കെ കൃഷ്ണമേനോൻ ഏത് ജില്ലക്കാരൻ? കോഴിക്കോട്. അദ്ദേഹത്തിന്റെ മ്യൂസിയം അവിടെ ഉണ്ട്. വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? കോഴിക്കോടാണ്. വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ വി കെ കൃഷ്ണമേനോന് ഏറ്റവും നല്ലൊരു ചോദ്യം ഏതാണ്? ഏറ്റവും നല്ലൊരു ചോദ്യം 1961 ഗോവ വിമോചന ബില്ലിലൂടെ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയില്ലേ? ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാ? വി കെ കൃഷ്ണമേനോനാ. 1961 ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? വി കെ കൃഷ്ണമേനോൻ. ഓപ്പറേഷൻ വിജയ്, അല്ലെ? ഓപ്പറേഷൻ വിജയ് എന്നതാണ് ആ ഗോവ വിമോചനത്തെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പിടിച്ചു വെച്ചിരുന്നത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പിടിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങൾ ഗോവ, ഡാമൻ, ഡിയു, അല്ലെ? ഗോവ, ഡാമൻ, ഡിയു ആണ്. 1961 ഗോവ വിമോചനം. അപ്പം ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മലയാളിയായ വി കെ കൃഷ്ണമേനോൻ. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യകാല നാമം വി കെ കൃഷ്ണമേനോൻ വിമാനത്താവളം എന്നായിരുന്നു. അപ്പൊ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നത്? വി കെ കൃഷ്ണമേനോൻ വിമാനത്താവളം. പിന്നെ നല്ലൊരു ചോദ്യം പറയട്ടെ. വി കെ കൃഷ്ണമേനോന് നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനം എന്നൊരു സംഘടനയില്ലേ? നാം നോൺ അലിഗന്റ് മൂവ്മെന്റ്. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം കൊണ്ടുവന്നതും മലയാളിയാണ്. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ്? മലയാളി. പക്ഷെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. തെറ്റിപ്പോരുത്. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം നടപ്പിലാക്കിയ മലയാളി ആരാണ്? വി കെ കൃഷ്ണമേനോൻ. വേറൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ഉണ്ട് അദ്ദേഹത്തിന്. ഈ UNOയിൽ പോയി തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചതും വി കെ കൃഷ്ണമേനോൻ. ഏത് വിഷയമാണ് പ്രസംഗിച്ചത്? കാശ്മീർ പ്രശ്നം. 1957 അപ്പൊ UNOയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. ഏത് വർഷമാണ്? 1957. അപ്പൊ നമുക്ക് തിരിച്ചു വരാം.
വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി തെറ്റരുത് 61 ആ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കി, നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് നമ്മുടെ രാജീവ് ഗാന്ധി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പിന്നെ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴേ വാർത്താവിനിമയ രംഗത്തെ പുരോഗതി കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വാർത്താവിനിമയ രംഗത്തെ 8ലും 7ലും അല്ലെ വാർത്താവിനിമയ രംഗത്തെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധിയാണ് നടപ്പിലാക്കുന്നത്. സാം പിത്രോഡ എന്ന് പറയുന്ന ഉപദേശകൻ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കേ. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ 326 ഇലക്ഷൻ കമ്മീഷൻ 324 ആണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 326. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ 324 പറയേണ്ടത്. പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടാന്ന് അറിയാമോ? മണിപ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. അവിടെ നല്ലൊരു ചോദ്യം പറയട്ടെ. അതായത് ഇന്ത്യയിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്നത് അവിടെ അല്ല. എവിടാന്നറിയാമോ? നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഇന്ത്യയിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്നത്. അപ്പം പക്ഷേ പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടാണ്? മണിപ്പൂരിലാണ് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയത്. അത് നല്ലൊരു പോയിന്റ് ആയി. നമുക്ക് ആ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒന്ന് ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് കൂടുതലും +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ കൂടുതലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വന്ന വർഷം? എന്ന ഇലക്ഷൻ കമ്മീഷൻ വന്നത് 1950 ജനുവരി 25 അല്ലെ? ജനുവരി 25. അതുകൊണ്ട് ജനുവരി 25 ഏത് ദിനം? തെരഞ്ഞെടുപ്പ് അല്ല, വോട്ടേഴ്സ് ദിനം അല്ലെ? ജനുവരി 25 ഏത് ദിനമാണ്? വോട്ടേഴ്സ് ദിനം, സമ്മതിദാന അവകാശ ദിനം എന്ന്. അപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ വന്ന വർഷം 1950 ജനുവരി 25. ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താ? ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് നിർവാചൻ സദൻ അല്ലെ? നിർവാചൻ സദൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനത്തിന്. 2-3 ആസ്ഥാനങ്ങൾ ചോദിച്ചോട്ടെ. CIC ഭവൻ എന്തിന്റെ ആസ്ഥാനോ? CIC ഭവൻ വിവരാവകാശ കമ്മീഷൻ. മാനവ അധികാർ ഭവൻ അഥവാ പട്ടേൽ സർദാർ പട്ടേൽ ഭവൻ എന്തിന്റെ ആസ്ഥാനോ? മനുഷ്യാവകാശ കമ്മീഷൻ. മാനവ അധികാർ ഭവൻ അഥവാ സർദാർ പട്ടേൽ ഹൗസ് എന്തിന്റെ? മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ടല്ലോ, നിർഭയ ഭവൻ എന്തിന്റെ ആസ്ഥാനം? നിർഭയ ഭവൻ വനിതാ കമ്മീഷൻ, വനിതാ കമ്മീഷന്റെ. അതുപോലെ ലോക് നായക് ഭവൻ എന്തിന്റെ ആസ്ഥാനം അറിയാമോ? ലോക് നായക് ഭവൻ അത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനമാണ്. ലോക് നായക് ഭവൻ. യോജന ഭവൻ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം അല്ലെ? ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? യോജന ഭവൻ. സത്യാർത്ഥ ഭവൻ എന്തിന്റെ? സത്യാർത്ഥ ഭവൻ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് അല്ലെ? വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് സത്യാർത്ഥ ഭവൻ. യോജന ഭവൻ ആസൂത്രണ കമ്മീഷന്റെ. CIC ഭവൻ വിവരാവകാശ കമ്മീഷന്റെ. പിന്നെ ധോൽപൂർ ഹൗസ് എന്തിന്റെ ആസ്ഥാനോടെ? ധോൽപൂർ ഹൗസ് അത് UPSCയുടെ ആസ്ഥാനം. എന്നാ UPSC വന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാ. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന വർഷം എന്ന 26 1926. 56 PSC വന്നു. ഉണ്ടോ? വലിയൊരു വ്യത്യാസമില്ല. UPSC വന്നത് 26-ലും 56-ലാണ് കേരള PSC വരുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് രാഷ്ട്രപതിയാണ് അല്ലെ? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ് നമ്മൾ പറയുന്നത്. 2 ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചായിരുന്നേ. ഏതൊക്കെയായിരുന്നു 2 ആർട്ടിക്കിൾ? ഒന്ന് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട 324, പ്രായപൂർത്തി വോട്ടവകാശത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 326. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിച്ചു, സാറിന്റെ ഇടയ്ക്ക് വരുന്ന 325 ഏതായിരിക്കും? ഒന്നുമില്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കണ്ടേ? തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 325. അപ്പൊ 24, 25, 26 ഒന്നും കൂടെ പറഞ്ഞേ. ഇലക്ഷൻ കമ്മീഷൻ 324, തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക 325, പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുക 326. ഇത്ര ഓർത്ത് വെച്ചിരിക്കണേ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ രീതി ഏതാണ്? നമ്മളൊക്കെ പോയി വോട്ടിടുന്ന രീതി ഏതാണ്? അത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. തെറ്റിപ്പോരുതേ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അത് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ? ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനമാണ് സെഫോളജി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? സെഫോളജി. ഇതിന്റെ പിതാവ് ആരാന്നറിയാമോ? ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയി റോയി ആണ്. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് ആരാണ്? പ്രണോയി റോയി. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്നറിയാമോ? സുകുമാർ സെൻ. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആദ്യത്തേത് സുകുമാർ സെൻ. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത VS രമാദേവിയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ആരാണ്? VS രമാദേവിയാണ് അല്ലെ? തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഒരു മലയാളി ഉണ്ട് നമുക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഒരു മലയാളി
മലയാളിയാണ് TN ശേഷൻ. അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ആരെന്ന് ചോദിച്ചാൽ VS രമാദേവി, ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചാൽ TN ശേഷനാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുത്തത്. ഇപ്പൊ പുതിയത് ആള് വന്നില്ലേ, ഗ്യാനേഷ് കുമാർ. ഇപ്പോഴത്തെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഗ്യാനേഷ് കുമാർ. അപ്പൊ ഇപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. പാർലമെന്ററി സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ അല്ലെ, റിട്ടുകളൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണല്ലേ. പാർലമെന്ററിയും ക്യാബിനറ്റും ബ്രിട്ടനിൽ നിന്നാണ്, റിട്ടുകൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അതൊക്കെ ഓർത്തു വെച്ചിരിക്കണേ. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. പക്ഷേ ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം ഏതാ? അത് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ. ആദ്യത്തെ വോട്ടറിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറിന്റെ പേര് ശ്യാം ചരൺ നേഗി അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറിന്റെ പേരെന്താണ്? ശ്യാം ചരൺ നേഗി എന്നതാണ്. അടുത്ത നല്ലൊരു പോയിന്റിലേക്ക് വരാം. അറ്റ്ലാന്റിക് ചാർട്ടറിലേക്ക് വരാണ്. അറ്റ്ലാന്റിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. +2 ലെവൽ, 10th ലെവലിൽ ഈ ഒരു പോർഷൻ വരുന്നില്ല. +2 ലെവലിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ കയറി വരാൻ പറ്റിയ ഒരു പോർഷനാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ്? കണ്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ. ഏത് വർഷമാണ്? 1941. അപ്പൊ UNO, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് UNO രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ. ഏത് വർഷമാ? 41. മറ്റൊരു ചോദ്യം പറയട്ടെ. 41, അതായത് ഏറ്റവും പ്രധാനം, രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ഇറങ്ങിത്തിരിക്കാൻ കാരണം എന്താണ്? രണ്ടാം ലോകമഹായുദ്ധത്തിലെ പങ്കെടുക്കാൻ അമേരിക്ക ഇറങ്ങിത്തിരിക്കാൻ കാരണം പേൾ ഹാർബർ ആക്രമണം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് ജപ്പാൻ അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചു. ഈ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക എന്തിനിറങ്ങിത്തിരിക്കുന്നത്? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ഏത് വർഷം? 41. അപ്പൊ രണ്ടെണ്ണം പഠിച്ചേ. പേൾ ഹാർബർ ആക്രമണം ഏത് വർഷമാണ്? 41. അറ്റ്ലാന്റിക് ചാർട്ടർ നിലവിൽ വന്ന വർഷം എന്താ? 41. കേരളത്തിൽ ഒരു പ്രക്ഷോഭമില്ലേ, കയ്യൂർ സമരം അല്ലെ. കേരളത്തിലെ കയ്യൂർ സമരം നടന്ന വർഷം എന്താണ്? 1941. എവിടെ കയ്യൂർ സമരം നടന്നത്? കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ അല്ലെ. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്ക്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതായിരുന്നത്? കരിയങ്കോട് നദി അഥവാ തേജസ്വിനി നദി, കരിയങ്കോട് നദീതീരമായിരുന്നു കയ്യൂർ സമരം നടന്നത്. അപ്പൊ 41 കയ്യൂർ സമരം. പിന്നെന്തോ പഠിക്കും 41? 1941. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം വന്ന വർഷം എന്നു ചോദിച്ചിട്ടില്ലേ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം എന്താണ്? 1941. അപ്പം UNO രൂപീകരിക്കാൻ കാരണമായി ഉടമ്പടി നടന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ. ആരാണ് UNO എന്ന ആശയം കൊണ്ടുവന്നത്? ആരാ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും കൂടാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം ഇളം നീലയാണ്. ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ള ഒലിവിലെയും അതിനകത്തൊരു ലോക ഭൂപടവുമാണ്. അതായത് നിങ്ങളോട് ചോദിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? ഇളം നീല. ഓസോണിന്റെ നിറവും ഇളം നീലയാണ്. ഓസോണിന്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ ഇളം നീലയാണ്. UN പതാകയുടെ നിറം ഇളം നീല. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെള്ള. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താ? വെള്ളയിലെ 5 വളയങ്ങളാണ് വരുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടനയുടെ പേര് അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാമോ? UN ചാർട്ടർ എന്നാണ്. അപ്പൊ UNOയുടെ ഭരണഘടനയുടെ പേരെന്താണ്? UN ചാർട്ടർ. ഇതിലൊരു ശ്രദ്ധിക്കണം, ഈ UN ചാർട്ടർ വിവർത്തനം ചെയ്തത് ഏക ഇന്ത്യൻ ഭാഷയിലേ ഉള്ളടെ, സംസ്കൃതം. UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷയിലാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്ന പേര് UN ചാർട്ടർ ആണ്. ഇനി UNOയിൽ മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? മൊത്തം 193 രാജ്യങ്ങളുണ്ട് അല്ലെ. മൊത്തം 193 രാജ്യങ്ങൾ. ഏറ്റവും അവസാനമായി ചേർന്നത് ആരാ? ഏറ്റവും അവസാനമായി ചേർന്നത് ദക്ഷിണ സുഡാൻ. അപ്പൊ UNOയിൽ മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങളുണ്ട്. ഏറ്റവും അവസാനമായി ചേർന്നത് ദക്ഷിണ സുഡാനാണ് അല്ലെ. എന്താ നിലവിൽ വന്നത്? UNO നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 അല്ലെ. ഒക്ടോബർ 24. അതുകൊണ്ട് UN ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 24 ആണ്. UNOയുടെ ആസ്ഥാനം എവിടാ? ന്യൂയോർക്കിലെ സട്ടൺ പ്ലേസ്, മാൻഹട്ടൻ പ്ലേസ് അഥവാ സട്ടൺ പ്ലേസ്.
UNOയ്ക്ക് ആസ്ഥാനം. UNOയ്ക്ക് 2 ആസ്ഥാനം ഉണ്ട്. UNOയുടെ സാധാ ആസ്ഥാനം ന്യൂയോർക്കിലും UNOയുടെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ജനീവയാണ് പറയേണ്ടത്. UNOയിലെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ് പറയേണ്ടത്? ജനീവയാണ്. ജനീവ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം, സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം, അതുപോലെ നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം, സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം, YMCAയുടെ ആസ്ഥാനം, അങ്ങനെ ജനീവ ഒത്തിരി ആസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. WTO, WHO ഇവയുടെയൊക്കെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ജനീവയാണ് നമ്മൾ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്പിലെ ആസ്ഥാനവും ജനീവ തന്നെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ജനീവ. എന്നാ ഐക്യരാഷ്ട്ര സംഘടന വന്നത്? 45 ഒക്ടോബർ 24. ഇതിന് 6 ദിവസം കൂട്ടി നോക്കുക. ഒക്ടോബർ 30 ഇന്ത്യ അംഗമാവുന്നത്. അത് ചിലപ്പം ചോദിക്കും, UNOയിൽ ഇന്ത്യ ആയത് എന്നെന്ന്. 1945 ഒക്ടോബർ 30 29ാമത്തെ രാജ്യമായിട്ടാണ് വരുന്നത്. എത്രാമത്തെയാ? 29ാമത്തെ രാജ്യമായിട്ടാണ് എന്ത് വരുന്നത്? UNOയിലെ ഇന്ത്യ അംഗമാകുന്നത്. രാമസ്വാമി മുതലിയാർ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചതാരാണ്? UNOയിൽ ഇന്ത്യൻ UN ചാർട്ടറിൽ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചതാരാണ്? രാമസ്വാമി മുതലിയാരാണ് ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത്. അർത്ഥം വെച്ചിരിക്കണം. അപ്പൊ മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങളാണുള്ളത്. ഈ UNOയുടെ ആപ്തവാക്യം എന്താണെന്നറിയാമോടെ? ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാവുന്നു. ഇറ്റ്സ് യുവർ വേൾഡ്. ഇത് നിങ്ങളുടെ ലോകമാവുന്നു. UN ആപ്തവാക്യം എന്താണ്? ഇത് നിങ്ങളുടെ ലോകമാവുന്നു. പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. UN മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാറുണ്ട് അല്ലെ. 1948 ഡിസംബർ 10. ആ ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് പറയുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് പറയുന്നത്. അപ്പൊ UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഡേറ്റ് എന്നാണ്? UN മനുഷ്യാവകാശ പ്രഖ്യാപനം ഡേറ്റ് വർഷം തെറ്റരുത്. 1948 ഡിസംബർ 10. അതുകൊണ്ട് ഡിസംബർ 10 ഏത് ദിനം? മനുഷ്യാവകാശ ദിനം. UNOയുടെ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിച്ച ഇന്ത്യയുടെ ഉത്സവം ഏതാണെന്നറിയാമോടെ? UNOയുടെ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിച്ച ഇന്ത്യയുടെ ഉത്സവം ദീപാവലിയാണ്. അതായിരുന്നു അവരുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ വരെ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവം ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഏതാണ്? ദീപാവലിയാണ് നമ്മൾ പറയേണ്ടത്. അത് എത്രയും നോക്കണം. അപ്പൊ UNOയിൽ മൊത്തം എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങൾ. ഇനി നല്ലൊരു കൊച്ചു ചോദ്യങ്ങൾ പറയട്ടെ. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലും, UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലും, UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്കയിലും, UNOയുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡ്സിലെ ഹേഗുമാണ്. അപ്പൊ ആ 4 സ്ഥലങ്ങളൊന്നും കൂടെ പറയട്ടെ. UN ലൈബ്രറി എവിടെ? ടോക്കിയോ. UN സർവകലാശാല എവിടെ? UN ലൈബ്രറി എവിടെ? ന്യൂയോർക്ക്. UN സർവകലാശാല എവിടെ? ടോക്കിയോ. UN സമാധാന സർവകലാശാല എവിടെ? കോസ്റ്റാറിക്ക. അതുപോലെ UNOയുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? നെതർലൻഡ്സിലെ ഹേഗ് ആണ്. നീതിന്യായ കോടതിയും ക്രിമിനൽ കോടതിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഒക്കെ ഹേഗ് തന്നെയാണ്. നെതർലൻഡ്സിലെ ഹേഗ്. നല്ലൊരു പോയിന്റ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം, UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പേരെന്താണ്? ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? പോർച്ചുഗൽകാരനായ അന്റോണിയോ ഗുട്ടറസ്. എത്രാമത്തെ വ്യക്തിയാന്ന് ചോദിച്ചിട്ടുണ്ട്? 9ാമത്തെ വ്യക്തി. അന്റോണിയോ ഗുട്ടറസ് എത്രാമത്തെ വ്യക്തിയാണ്? 9ാമത്തെ വ്യക്തിയാണ് UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയ വ്യക്തിയാണ്. അപ്പൊ പോർച്ചുഗൽ എന്ന രാജ്യത്തെ പ്രധാനമന്ത്രി ആയിട്ട് UN സെക്രട്ടറി ജനറൽ ആയ വ്യക്തി ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. മറന്നുപോരുത്. ഏത് രാജ്യക്കാരൻ? പോർച്ചുഗൽ. എത്രാമത്തെ വ്യക്തി? 9ാമത്തെ വ്യക്തി. ഏറ്റവും കൂടുതൽ. UNOയിൽ മൊത്തം എത്ര ഘടകങ്ങളുണ്ട്? ഒരു ഘടന പറഞ്ഞു. UNOയിൽ മൊത്തം എത്ര ഘടകം? 1 പൊതുസഭ, 2 രക്ഷാസമിതി, 3 സാമ്പത്തിക സാമൂഹ്യ സമിതി, 4 ഏതായിരുന്നു? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 5 സെക്രട്ടേറിയറ്റ്, 6 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇപ്പൊ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇല്ല, പക്ഷെ തുടക്കം 6 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? പൊതുസഭ, ജനറൽ അസംബ്ലി ഉണ്ട്, സെക്യൂരിറ്റി കൗൺസിൽ അഥവാ രക്ഷാസമിതി ഉണ്ട്, അതുപോലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, സാമ്പത്തിക സാമൂഹ്യ സമിതിയുണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട് അല്ലെ. എല്ലാ രാജ്യങ്ങളും അംഗങ്ങളാകേണ്ടത് നമ്മുടെ പൊതുസഭയിലാണ്. 193 പേര് വരും. രക്ഷാസമിതിയിൽ 15 രാജ്യങ്ങളെ ഉള്ളത്. 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും. രക്ഷാസമിതിയിൽ എത്ര പേരെ ഉള്ളത്? 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങൾ. ഇന്ത്യയൊക്കെ സ്ഥിരാംഗം
സ്ഥിരാംഗമാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. G4 എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംഘടനയൊക്കെ രൂപീകരിച്ച് UNOയിൽ സ്ഥിരാംഗമാകണമെന്ന് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. G4 അതായത് ജപ്പാൻ, ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി ഈ 4 രാജ്യങ്ങൾ ഇന്ത്യയിൽ UNOയുടെ സ്ഥിരാംഗമാക്കണമെന്ന് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ UNOയിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. ആരൊക്കെയാ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. UNOയിലെ രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ്? അമേരിക്കയുണ്ട്. വലിയ രാജ്യങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ഒരേ ഒരു ഏഷ്യൻ രാജ്യം ചൈനയാണ്. മറന്നുപോരുതേ. സാമ്പത്തിക സാമൂഹ്യ സമിതിയിൽ 54 രാജ്യങ്ങളാണ്, 54 അംഗരാജ്യങ്ങളാണ് സാമ്പത്തിക സാമൂഹ്യ സമിതിയിൽ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ മൊത്തം 15 ജഡ്ജിമാരുണ്ട്. അതിൽ 9 വർഷമാണ് ഓരോ ജഡ്ജിമാരുടെയും കാലാവധി. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അതിൽ സ്ഥിരാംഗമാകുന്ന ജഡ്ജി BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആദ്യമായിട്ട് സ്ഥിരമാകാമാവുന്ന ഇന്ത്യക്കാരനാരാണ്? BN റാവു ആണ്. അതുപോലെ ഇപ്പം ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലുള്ള ഇന്ത്യക്കാരൻ ദൽവീർ ഭണ്ഡാരിയാണ്. ഇപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലുള്ളത് ദൽവീർ ഭണ്ഡാരിയാണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. യുഎൻഒയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഡ്രിഗ്വേലിയാണ് കേട്ടോ. നോർവേക്കാരനായ ഡ്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന UNO ആയിട്ട് അങ്ങ് തീരും. ഒന്ന് റിവിഷൻ നടത്തിയെന്നാ ആ പോർഷനൊക്കെ ഒന്ന് നോക്കിയേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടെ. കൂടിയാട്ടം എന്ന കലാരൂപത്തിന് യുനെസ്കോ ലോക പൈതൃക കിട്ടി. ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് 2 പേർക്കല്ല. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കൂടിയാട്ടത്തിനാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് കൂടിയാട്ടത്തിനാണ്. കൂടിയാട്ടം എന്ന കലാരൂപത്തിന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2001-ലും മുടിയേറ്റിന് കിട്ടിയത് 2010-ലുമാണ്. മുടിയേറ്റിന് കിട്ടിയത് ഏത് വർഷമാണ്? 2010-ലുമാണ് മുടിയേറ്റിന് കിട്ടിയത് കേട്ടോ. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കൂടിയാട്ടം. ഈ കൂടിയാട്ടത്തിന്റെ മുദ്രകളെ കുറിച്ചുള്ള കൃതിയാണ് ആട്ടപ്രകാരം. തോലൻ എന്ന് പറയുന്ന ഒരു പ്രശസ്ത വ്യക്തിയാണ് കൂടിയാട്ടത്തിന്റെ അഭിനയ മുദ്രകളെ കുറിച്ച് എഴുതിയ ബുക്കാണ് ആട്ടപ്രകാരം. അത് എഴുതിയത് ആരാണ്? തോലൻ. അതൊക്കെ ചിലപ്പം കയറി വന്നാലോ. അപ്പൊ കൂടിയാട്ടം ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ്. കഴിഞ്ഞ ക്ലാസ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടവും കൂത്തും കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിന് വിളിക്കുന്ന പേര് മാർഗി കേട്ടോ. മാർഗി എന്ന കലാവിദ്യാപീഠം. ഓർത്തു വെച്ചിരിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പോയിന്റ്. അപ്പൊ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി. ആദം സാപ്പിൾ എന്ന് വിളിക്കുന്ന ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയല്ലേ? ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ഇതിന്റെ ആകൃതി എന്താണെന്നറിയാമോ? തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് അല്ലെ. ചിത്രശലഭത്തിന്റെ ആകൃതിയിലാണ് തൈറോയിഡ് ഗ്രന്ഥി. 2 ഹോർമോൺ അല്ലേ അവർ ഉത്പാദിപ്പിക്കുന്ന? തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ അല്ലെ. തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? തൈറോക്സിന്റെ ഉത്പാദനത്തിന് അയഡിൻ അല്ലെ. തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ ആണ്. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയല്ലേ ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്? അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ. തൊണ്ടമുഴ എന്ന് വിളിക്കുന്ന രോഗം ഗോയിറ്റർ ആണ്. തൊണ്ടമുള്ളല്ല. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയാണ്. തൊണ്ടമുഴ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പം തൈറോക്സിന്റെ എന്ന് പറയുമ്പോൾ അയഡിന്റെ കുറവ് മൂലം തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. അതുപോലെ കാൽസിട്ടോണിൻ കണ്ടോ? അതായത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ എന്ന് വിളിക്കുന്നത്. അത് രണ്ടും ആരുടെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെയാണ്. അതായത് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിട്ടോസിൻ ആണ്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ കൊണ്ടുപോയി സംഭരിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? കാൽസിട്ടോണിൻ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ക്രെട്ടിനിസം ആണ്. തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ഏതാണ്? ക്രെട്ടിനിസം. ഇതേപോലെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ എന്ന് വിളിക്കുന്നു കേട്ടോ. മിക്സഡിമ എന്ന്. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഈ തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്നത്
കൊണ്ടുണ്ടാകുന്ന രോഗം എന്തെന്ന്. അതേതാണെന്നറിയാമോ? എക്സോതാൽമിക് ഗോയിറ്റർ. എക്സോതാൽമിക് ഗോയിറ്റർ. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്? ഇത് തെറ്റിപ്പോരുതേ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന രോഗം ഏത്? പറഞ്ഞേ. കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെട്ടിനിസം, മുതിർന്നവരിൽ ഉണ്ടാകുന്നത് മിക്സഡിമ. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരള. കണ്ടോ, ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. എന്തൊക്കെ പറയാം നമുക്ക് പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ച്? അതായത് മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം, അല്ലെ, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത്, ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത് പൈനിയൽ ഗ്രന്ഥി അല്ലേ? ഈ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. മെലാട്ടോണിൻ. മെലാട്ടോണിൻ എവിടെയോ കേട്ടിട്ടുണ്ട് നിങ്ങൾ, അല്ലേ? മെലാട്ടോണിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താ? നമ്മുടെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. നമ്മുടെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ മെലാട്ടോണിന്. അതായത് കൃത്രിമ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണും മെലാട്ടോണിന്. അപ്പൊ നമ്മളെ ഉറങ്ങാൻ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. കൃത്രിമ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നതും പൈനിയൽ ഗ്രന്ഥിയാണ്. സെറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ചു വെക്കണം. അഡ്രിനൽ ഗ്രന്ഥിയുണ്ട്, തൈമസ് ഗ്രന്ഥിയുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ആ ഭാഗം ചോദിക്കുക. അടുത്ത നോക്കെ, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഇടുക്കി ആസ്ഥാനമാക്കിയ വന്യജീവി സങ്കേത കേന്ദ്രമാണ് നമ്മുടെ ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? ഇടുക്കി. 84 വരുന്നത് കേട്ടോ. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം ആരുടെ പേരിലായിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ. ഏത് വർഷമാണ്? 1984. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 84 കേരളത്തിൽ വന്ന വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 84 പഠിക്കാൻ എളുപ്പ. ചാവച്ചുള്ള 3 വന്നത് 84. ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശൂർ, ചെന്തുരുണി കൊല്ലം. കേട്ടോ, ചെന്തുരുണി വന്നത് 84, ചിമ്മിനി തൃശൂർ വന്നത് 84, ചിന്നാർ ഇടുക്കി വന്നത് 84. പിന്നെ കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേത കേന്ദ്രവും വന്നത് 84. അപ്പൊ 84 കേരളത്തിൽ വന്ന 4 വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ചിന്നാർ, ചിമ്മിനി, ചെന്തുരുണി, ആറളമാണ്. ഓർത്ത് വെച്ചിരിക്കണേ. ചിന്നാറിന് വേറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം ഏത്? ചിന്നാർ, അല്ലെ? അതുപോലെ ചാമ്പൽ മലയെണ്ണാനെ കാണപ്പെടുന്നത്, നക്ഷത്ര ആമകളെ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? അത് പെരിയാറാണ്, അല്ലെ? പെരിയാർ 1934 വന്ന നെല്ലിക്കാമ്പട്ടി സ്വാങ്ചറി വന്യജീവി സങ്കേത കേന്ദ്രം. ചിത്തിര തിരുനാളിന്റെ കാലത്താണ് കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ ഇപ്പം കാണുന്ന പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രമായി മാറുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ആദ്യത്തതും വലുതും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തതും വലുതുമായ വന്യജീവി. പെരിയാറിന്റെ ആദ്യകാല നാമം എന്താണ്? നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി. മറ്റൊരു പേര് പറയാമോ? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ഈ കേരളത്തിൽ പ്രോജക്ട് ടൈഗർ, പ്രോജക്ട് എലിഫന്റ് പദ്ധതികളൊക്കെ നടപ്പിലാക്കിയ വന്യജീവി സങ്കേത കേന്ദ്രവും പെരിയാറാണ്. വർഷം പഠിച്ചു വെച്ചത്. എന്നാണ് പ്രോജക്ട് ടൈഗർ? 1973. എന്നാണ് പ്രോജക്ട് എലിഫന്റ്? 1992. തെറ്റിപ്പോരുത്. പ്രോജക്ട് ടൈഗർ പദ്ധതി എന്നാണ്? പ്രോജക്ട് ടൈഗർ 1973-ലും പ്രോജക്ട് എലിഫന്റ് പദ്ധതി ഏത് വർഷമാണ്? 1992-ലുമാണ്. കിട്ടുമല്ലോ. അത് നല്ലൊരു പോയിന്റ് ആണ്, അല്ലെ? പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയത് അത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രമാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയത്. കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേത കേന്ദ്രം നമ്മളെ പറമ്പിക്കുളമാണ്. അതുപോലെ പറമ്പിക്കുളത്തിൽ കേരളത്തിൽ നിന്ന് കയറാൻ പറ്റത്തില്ലടേ. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം അല്ലേ? ഏതാ? നമ്മുടെ പറമ്പിക്കുളം. അതുപോലെ പാലക്കാട് തൂണക്കടവിലാണ് ഇതിന്റെ ആസ്ഥാനം. പക്ഷെ പ്രവേശന കവാടം പൊള്ളാച്ചി വഴി മാത്രമേ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പൊ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയതാ. എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ബുക്ക്, അല്ലെ? ആരാ ഇറക്കുന്നത്? റെഡ് ഡേറ്റ ബുക്ക് ഇറക്കുന്നത് ആരാ? IUCN, അല്ലെ? IUCN കേട്ടിട്ടില്ലേ? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു പരിസ്ഥിതി സംഘടനയിലൂടെ IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് ഇറക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്?
എവിടെയാണ്? IUCN ആസ്ഥാനം എവിടെയാ? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് അല്ലേ? IUCN ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. രണ്ടെണ്ണം ഉണ്ട് ഗ്ലാൻഡ് ആസ്ഥാനം, അറിയാമോ? ഒന്ന് IUCN, വേറൊരു പരിസ്ഥിതി സംഘടന പറഞ്ഞേ, WWF. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF-ന്റെയും IUCN ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ എവിടെയാണ്? ഗ്ലാൻഡിലാണ്. WWF-ന്റെ ചിഹ്നം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. WWF-ന്റെ ചിഹ്നം ഭീമൻ പാണ്ട. ഭീമൻ പാണ്ട എന്തിന്റെ ചിഹ്നമാണ്? പരിസ്ഥിതി സംഘടനയായ WWF-ന്റെ. എവിടെ ആസ്ഥാനം? ഗ്ലാൻഡ് ആണ് ആസ്ഥാനം. എവിടെയെന്ന് വെച്ച് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം, ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്നതൊക്കെ, നക്ഷത്ര ആമകളെ കാണപ്പെടുന്നതൊക്കെ എവിടെയാണ്? ചിന്നാറാണ്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേത കേന്ദ്രങ്ങളുണ്ട്? മൊത്തം എത്ര വന്യജീവി സങ്കേതം? 18 വന്യജീവി സങ്കേത കേന്ദ്രം അല്ലെ കേരളത്തിൽ. ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, ജില്ലകൾ നിങ്ങൾ ഇടാൻ പറ്റുമോ നോക്കെ. കേരളത്തിലെ വന്യജീവി, നെയ്യാർ എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേത കേന്ദ്രം തിരുവനന്തപുരം. ആ പേര് കേട്ടപ്പോഴേ അറിയാം, നെയ്യാർ നദിയൊക്കെ ഉണ്ടല്ലോ, തിരുവനന്തപുരം വന്യജീവി. പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? ഇടുക്കി. അപ്പൊ നെയ്യാർ തിരുവനന്തപുരം, പെരിയാർ എവിടെയാണ്? ഇടുക്കിയില. പീച്ചി വാഴാനി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? പീച്ചി വാഴാനി, അത് തൃശ്ശൂരാണ്. പീച്ചി നമ്മൾ അല്ലാതെ പഠിച്ചിട്ടില്ലൂടെ. കേരളത്തിലെ വന ഗവേഷണ എന്താ? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? പീച്ചി. അപ്പൊ പീച്ചി വാഴാനി ഒരു വന്യജീവി സങ്കേത കേന്ദ്രത്തിന്റെ പേരാ. അതെവിടെയാണ്? അതെവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ. നേരത്തെ ഒരു തൃശ്ശൂർ പഠിച്ചു, ചിമ്മിനി അല്ലെ. ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാലും തൃശ്ശൂരാ. വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം വയനാടാണ് അല്ലെ. വയനാട് വന്യജീവി സങ്കേതത്തിന് 2 പേരുകളുണ്ടല്ലോ, ഏതൊക്കെയാ? മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം, ബേഗൂർ വന്യജീവി സങ്കേത കേന്ദ്രം അല്ലെ. മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം എന്നും ബേഗൂർ വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? വയനാട് വന്യജീവി സങ്കേത കേന്ദ്രമാണ്. ഓർത്തു വെക്കണേ, കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേത കേന്ദ്രവും മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രമാണ്. ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ, 73-ലാണ് വരുന്നത്. പറമ്പിക്കുളവും വയനാടും വന്യജീവി സങ്കേത കേന്ദ്രവും വരുന്നത് 73-ലാണ്. ആദ്യത്തേതായി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പെരിയാർ വന്ന വർഷം 34-ലാണ് നമ്മളെ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് ഇത് വരുന്നത്. പക്ഷെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേത കേന്ദ്രം വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം. പറമ്പിക്കുളം ഏത് ജില്ലയിലാണ്? പറമ്പിക്കുളം പാലക്കാട്. ചെന്തുരുണി ഏത് ജില്ലയിലാണ്? ചെന്തുരുണി ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കൊല്ലം ജില്ലയിലാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രമൊക്കെ ചെന്തുരുണി അല്ലേ. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ശാസ്ത്രീയ നാമം അറിയാമോ? ചെന്തുരുണിയുടെ ആ ഒരു മരത്തിന്റെ ശാസ്ത്രീയ നാമം പണ്ടൊക്കെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഈ റീഡ് തവളകളെ കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേത കേന്ദ്രമാണ് കക്കയം കേട്ടോ. റീഡ് തവളകളെ കാണപ്പെടുന്നത് എവിടെയാണ്? കക്കയം. മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് മറ്റൊരു പേരുണ്ട്. മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേത കേന്ദ്രമാണ് മലബാർ വന്യജീവി സങ്കേതം. കണ്ണൂർ 2 ഇല്ലേ? കണ്ണൂർ ഏതൊക്കെയാ വന്യജീവി സങ്കേത കേന്ദ്രം? ആറളവും കൊട്ടിയൂരും അല്ലെ. ആറളവും കൊട്ടിയൂരും എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ പറയേണ്ടത്. എറണാകുളത്ത് ഏതൊക്കെ പറയാം? എറണാകുളത്ത് തട്ടേക്കാടും നമ്മുടെ മംഗളവനവും അല്ലെ. തട്ടേക്കാടും മംഗളവനവും വന്യജീവി സങ്കേത കേന്ദ്രം, അതായത് പക്ഷി സങ്കേത കേന്ദ്രമായിട്ടാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. തട്ടേക്കാട്, മംഗളവനം. മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം തട്ടേക്കാട്. 2 എറണാകുളത്താണ് അല്ലെ. വലുതും ചെറുതും പക്ഷി സങ്കേത കേന്ദ്രങ്ങൾ 2 എറണാകുളത്താണ്. തട്ടേക്കാട് എറണാകുളം, മംഗളവനം എറണാകുളം. ചെറുത് മംഗളവനമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ അരി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് തെലുങ്കാന. നേരത്തെ പശ്ചിമ ബംഗാൾ ആയിരുന്നു, ഇപ്പൊ മാറി. അരി ഏറ്റവും കൂടുതൽ തെലുങ്കാനയിലാണ് കേട്ടോ. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. കാപ്പി, കുരുമുളക്, ചോളം, ചന്ദനം, സൂര്യകാന്തി, ആന അല്ലെ. ആന, സൂര്യകാന്തി, ചന്ദനം, കാപ്പി, കുരുമുളക്, ചോളം, നമ്മുടെ നാളികേരം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ എവിടെയാണ്? കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ. എവിടെയും അപ്പൊ അരി ഏറ്റവും കൂടുതൽ തെലുങ്കാനയാണ് അല്ലെ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത് ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര തഞ്ചാവൂരാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. ഇന്ത്യയുടെ ധാന്യപ്പുര പഞ്ചാബും തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര തഞ്ചാവൂരുമാണ് നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഇപ്പം അരി ഏറ്റവും കൂടുതൽ തെലുങ്കാന പഠിച്ചു, ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, ഇതും കൂടെ അത് പഠിച്ചു തരണേ. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ, പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്ത്. പരുത്തി, നിലക്കടല, ഉപ്പ്, ഇതെല്ലാം ഗുജറാത്ത് പറയാം കേട്ടോ. പരുത്തി, നിലക്കടല, ഉപ്പ് ഒക്കെ ഗുജറാത്താ. തേയില ഏറ്റവും കൂടുതൽ ആസാം, കരിമ്പും പഞ്ചസാരയും ഉത്തർപ്രദേശാണ്. അപ്പൊ ഗോതമ്പ് നേരത്തെ പഠിച്ചു വെച്ചു. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, റാഗിയൊക്കെ ഇല്ലേ, ഇതൊക്കെ ഉത്തർപ്രദേശുകാരാണ്. അപ്പൊ ചണം എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. ആദ്യത്തെ ചണമില്ലിന്റെ പേര്
ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ ചണമില്ല് 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലുണ്ട്. റിഷറ, കൊൽക്കത്തയിലെ റിഷറയാണ് ആദ്യ ചണമില്ല്. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണത്തിനെയാണ്. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണത്തിനെയും സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ്. അല്ലെ, സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരുടെ ജന്മദിനമാണ് ആഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്? വിക്രം സാരാഭായ്. അല്ലെ, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ് വിക്രം സാരാഭായ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ എന്തായിട്ട് പറയുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നു. ഏത് ദിവസം? ആഗസ്റ്റ് 12 ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്, ISROയുടെ ആദ്യത്തെ ചെയർമാൻ കേട്ടോ. 1969 ഓഗസ്റ്റ് 15 ISRO വന്നത്. അതിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. അല്ലെ, തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ VSSC എന്നല്ലേ അറിയപ്പെടുന്നത്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി വിക്രം സാരാഭായി ആണ്. ഇദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അതുകൊണ്ട് അഹമ്മദാബാദിൽ ഒരു ഉപഗ്രഹ ഗവേഷണ കേന്ദ്രമുണ്ട്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉണ്ട്. ഇതൊക്കെ വിക്രം സാരാഭായി ആണ് കൊണ്ടുവരുന്നത്. ബഹിരാകാശ സംഘടനയായ ISRO വന്ന വർഷം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. വർഷം തെറ്റരുത്, 69 ഓഗസ്റ്റ് 15. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 69ലാണ്. എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് 69ലാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന അവാർഡായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 69ലാണ്. കേരളത്തിലെ ധനകാര്യ സ്ഥാപനമായ KSFE വന്നത് 69ലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ബുക്കർ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം 69. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 69. ബുക്കർ സമ്മാനം 69, മനുഷ്യരാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 69, KSFE വന്ന വർഷം 69, അതുപോലെ ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം 69, ISRO നിലവിൽ വന്ന വർഷം 69, സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തു തുടങ്ങിയ വർഷം 69 ആണ് കേട്ടോ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തു തുടങ്ങിയ വർഷം 69 ആണ്. അതൊക്കെ നല്ല പോയിന്റ് ആയിരുന്നു. ഓക്കെ, അടുത്ത ഗോൾഡൻ ജൂബിലി. ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞാൽ 50ാം വാർഷികമാണ്. വജ്ര ജൂബിലി 60ാം വാർഷികത്തെയാണ്. വജ്രം. പ്ലാറ്റിനം ജൂബിലി 75, സിൽവർ ജൂബിലി അഥവാ രജത ജൂബിലി 25ാം വാർഷികമാണ്. സിൽവർ ജൂബിലി അഥവാ രജത ജൂബിലി. അപ്പം ഗോൾഡൻ ജൂബിലി അഥവാ സുവർണ ജൂബിലി എത്രയാണ്? ഗോൾഡൻ ജൂബിലി അഥവാ സുവർണ ജൂബിലി എത്രയാന്ന് ചോദിച്ചാൽ 50, വജ്ര ജൂബിലി 60, പ്ലാറ്റിനം ജൂബിലി 75, സിൽവർ ജൂബിലി എത്രയാണ് അഥവാ രജത ജൂബിലി 25 ആണ്. അല്ലെ, ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, ഈ വജ്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഡയമണ്ട്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി ഏതാ? ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റ്. ഇന്ത്യയുടെ വജ്ര നഗരം ഏതാണ്? സൂററ്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി വന്നത് സൂററ്റിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ആണ് പാരഗൺ. പാരഗൺ. വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പാരഗൺ. ഒരു പാരഗൺ എന്ന് പറയുന്നത് 137 ക്യാരറ്റ് ആണ്. 137 ക്യാരറ്റ് ആണ് ഒരു പാരഗൺ എന്ന് പറയുന്നത്. വജ്ര ജൂബിലി 60ാം വാർഷികമാണ്. ഏറ്റവും വലിയ വജ്രം ഏതാണെന്ന് അറിയാമോ? ഏറ്റവും വലിയ വജ്രം കുള്ളിനാൻ. കുള്ളിനാൻ നിങ്ങൾ കേട്ടിട്ടുള്ളത്. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏത് എന്ന് ചോദിച്ചാലും വജ്രം പറയാം. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രം പറയാം. ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര നേതാവുണ്ട്. ആരാന്നറിയാമോ? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്രഖനി ഏതാണ്? ഇന്ത്യയുടെ വജ്രഖനി നമ്മുടെ മധ്യപ്രദേശിലെ പന്ന. പന്ന. ഇന്ത്യയുടെ വജ്രഖനി എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യപ്രദേശിലെ പന്നയാണ്. പന്ന കേട്ടോ. സ്വർണ്ണഖനി അല്ല, വജ്രഖനി. വജ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയുടെ വജ്രഖനി എന്ന് വിളിക്കുന്നത് പന്നയാണ്. ഇന്ത്യയുടെ വജ്ര നഗരം ഏതാണ്? വജ്ര നഗരം ഏതെന്ന് ചോദിച്ചാൽ സൂററ്റ്. ഈ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താന്ന് ചോദിച്ചിട്ടില്ലേ? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവർത്തന തത്വം. ഇതൊക്കെ ചോദിച്ച എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം അല്ലെ? ഇതൊക്കെ പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. ഈ വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ ആണ്.
അതൊക്കെ സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാ, പഠിച്ചു വെച്ചിരിക്കണേ. വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഏതാണ്? നൈട്രജൻ. നീല നിറത്തിന് കാരണം ബോറോൺ ആണ്. വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം ഏതാണ്? ബോറോൺ. അത് രണ്ടോന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഗോൾഡൻ ജൂബിലി 50, വജ്ര ജൂബിലി 60, പ്ലാറ്റിനം ജൂബിലി 75, സിൽവർ ജൂബിലി എത്രയാണ്? 25 ആണ്. ഹീമോഫീലിയ എന്ന് പറയുന്നത് 2 രോഗമുണ്ട്. രാജകീയ രോഗമുണ്ട്, ക്രിസ്മസ് രോഗമാണ്. നമ്മൾ ഇത് വിശേഷണമാണെന്ന്. വിശേഷണമാണെങ്കിൽ ഇത് എടുത്തു ചോദിക്കാറുണ്ട്. എന്താണ് രാജകീയ രോഗമെന്നും എന്താണ് ക്രിസ്മസ് രോഗം എന്ന് വെച്ചാൽ ഹീമോഫീലിയയുടെ 2 വിഭാഗങ്ങളാണ്. നോക്കേ, എന്താ നോക്കേ. പ്രോട്ടീൻ ഫാക്ടർ 8 അഥവാ ഫാക്ടർ എ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗം രാജകീയ രോഗം. അപ്പോൾ ഹീമോഫീലിയയിൽ പ്രോട്ടീൻ ഫാക്ടർ 8 അഥവാ ഫാക്ടർ എ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗം ഹീമോഫീലിയ രോഗം ഏതാണ്? രാജകീയ രോഗം. പ്രോട്ടീൻ ഫാക്ടർ 9 അഥവാ ഫാക്ടർ ബി ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗം ക്രിസ്മസ് രോഗം. ഓക്കെ, അപ്പൊ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം ഒക്കെ ഏതാ? ഹീമോഫീലിയ. എന്താ ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17 അല്ലെ? ഏപ്രിൽ 17 ആണ്. വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമല്ലേ ഹീമോഫീലിയ ആണ്. വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25 ആണ്. മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. ഭൗമ ദിനം ഏപ്രിൽ 22. പുസ്തക ദിനം ഏപ്രിൽ 23. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. മലേറിയ ദിനം ഏപ്രിൽ 25. കണ്ടോ? ഒന്നും കൂടെ നോക്കാം നമുക്ക്. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം, ഏപ്രിൽ 22 ഭൗമ ദിനം എർത്ത് ഡേ, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. മറന്നു പോരുത്. എന്നാ 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത്. ആ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് പറയുന്നത്. 1993 ഏപ്രിൽ 24. ഏപ്രിൽ 25 ഏത് ദിനം? മലേറിയ ദിനം. ഓക്കെ, ഇന്ത്യയിൽ എന്താണ് GST വന്നത്? GST 2017 ജൂലൈ 1 GST വരുന്നത് അല്ലെ? GSTയുടെ യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് അസിം ദാസ് ഗുപ്തയാണ് ഇന്ത്യയിൽ അല്ലെ? GSTയുടെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചൻ ആണ്. എന്താണ് GST വന്നത്? 2017 ജൂലൈ 1. പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോ GST? പരോക്ഷ നികുതിയാണ്. നമ്മുടെ വസ്തുക്കളുടെ അകത്തല്ലേ നമ്മൾ കൊടുക്കുന്നത്. എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നല്ലേ GST പിടിക്കുന്നത്. അപ്പൊ GST ഒരു പരോക്ഷ നികുതിയാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101, ഭേദഗതി ബില്ല് ചോദിച്ചാൽ 122 പറയേണ്ടത് കേട്ടോ. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101, ഭേദഗതി ബില്ല് എത്രയാണ്? 122 നമ്മൾ പറയേണ്ടത്. GST നടപ്പിലാക്കിയ പദ്ധതി പ്രോജക്റ്റ് സാക്ഷൻ പദ്ധതിയാണ് കേട്ടോ. GST ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് സാക്ഷൻ പദ്ധതിയാണ് GST നടപ്പിലാക്കിയത്. വയലാർ സ്മൃതി ദിനം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. വയലാർ ഇത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ളതാ. ഇതൊന്നും അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒരു പരീക്ഷയ്ക്ക് ബഷീർ ദിനം ചോദിച്ചു കണ്ടുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ എഴുതിയത്. വയലാർ സ്മൃതി ദിനത്തിന്റെ അന്നാണ് വയലാർ അവാർഡ് കൊടുക്കുന്നത്. ഒക്ടോബർ 27 വയലാർ അവാർഡ് സ്മൃതി ദിനം എന്നാണ്. ഒക്ടോബർ 27 വയലാർ അവാർഡ് നൽകുന്ന ദിവസം. എന്നാ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? 1977 അല്ലെ? ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചതാർക്കാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. രണ്ടാമത് ലഭിച്ചതാർക്കാ? PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പൊ വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി, രണ്ടാമത് ലഭിച്ചത് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. കേട്ടിട്ടുണ്ടോ? ഇനി ഞാൻ ഉറങ്ങട്ടെ എവിടെ കേട്ടിട്ടുള്ളത്? കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ നോവൽ അല്ലെ? എഴുതിയ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഈ വർഷത്തെ വയലാർ അവാർഡ് ആർക്കായിരുന്നടേ? അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് അല്ലെ? അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് 2024. ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ. 23 ആർക്കാ കിട്ടിയത്? 23 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം അല്ലെ? 22 S ഹരീഷിന്റെ മീശ. 22 S ഹരീഷിന്റെ മീശ, 23 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം, 24 കിട്ടിയത് അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവിനാണ്. ആ എന്നാടെ കൊടുത്തു തുടങ്ങി? 77. എന്നാ ഏത് ദിവസവും കൊടുക്കുന്നത്? ഒക്ടോബർ 27. അതുകൊണ്ട് വയലാർ സ്മൃതി ദിനം ഒക്ടോബർ 27. PN പണിക്കരുടെ ചരമദിനമല്ലേ? എന്ത്? ജൂൺ 19 കേരളത്തിൽ എന്തായിട്ട് പറയുന്നത്? വായനാ ദിനമായിട്ട് പറയുന്നത്. PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനം.
അല്ലെ. ആരാ PN പണിക്കർ? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ. വയോജന വിദ്യാഭ്യാസത്തിന് വേണ്ടി കാൻഫെഡ് എന്ന സ്ഥാപനം സ്ഥാപിച്ചതാര്? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കരാണ്. പുതുവേലിൽ നാരായണ പണിക്കർ എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂര് അദ്ദേഹം ജനിച്ചത്. PN പണിക്കറിന്റെ ചരമദിനം ജൂൺ 19. ഏറ്റവും നല്ലൊരു ചോദ്യം അദ്ദേഹത്തിന് പറയട്ടെ. കേരളത്തിലെ ഗ്രന്ഥശാല ആദ്യമായിട്ട് കൊണ്ടുവരുന്ന അദ്ദേഹം, ആദ്യമായി ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അമ്പലപ്പുഴയിലെ PN പണിക്കരാണ് കേട്ടോ. ബഷീർ ദിനം തെറ്റിപ്പോരുത്, ജൂലൈ 5 അല്ലെ. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ദിനം. എവിടെയാണ് ബഷീർ ജനിച്ചത്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ അല്ലെ. തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ ആത്മകഥ അറിയാമോ? ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാ? ബഷീറിന്റെ ആത്മകഥയാ. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാ? ഓർമ്മയുടെ ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്. അപ്പൊ ഓർമ്മയുടെ അറകൾ ആരുടെയെന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥ? G ശങ്കരക്കുറുപ്പിന്റെ. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥ? തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. അപ്പൊ ബഷീർ ദിനം എന്നാണ് ജൂലൈ 5 ബഷീർ ദിനം. കുഞ്ചൻ ദിനം മെയ് 5. കുഞ്ചൻ ദിനം എന്താ പറയാൻ ഒരു ഫ്ലോ ഉണ്ട്. കുഞ്ചൻ ദിനം മെയ് 5 കേട്ടോ, മെയ് 5. തുഞ്ചൻ ദിനം ഡിസംബർ 31. തുഞ്ചൻ, തുഞ്ചത്ത്, ഒരു വർഷത്തിലെ ഏറ്റവും അവസാനം തുഞ്ചത്ത് ഡിസംബർ 31 അല്ലെ. കുഞ്ചൻ ദിനം മെയ് 5. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാ? കല്യാണ സൗഗന്ധികം അല്ലെ. കല്യാണ സൗഗന്ധികമാണ്. മന്നം ജയന്തി ജനുവരി 2. അയ്യങ്കാളി ജയന്തി ആഗസ്റ്റ് 28. ജീവകാരുണ്യ ദിനം ആഗസ്റ്റ് 25 അല്ലെ. ചട്ടമ്പി ഞാൻ എഴുതി കൊടുത്തത് തെറ്റിപ്പോയതായിരിക്കും, ചിലപ്പോൾ എഴുതി. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആഗസ്റ്റ് 25 പറയുന്നത്. അപ്പം കേരളത്തിൽ ജീവകാരുണ്യ ദിനം എന്നാണ് ആഗസ്റ്റ് 25. ആരുടെ ജന്മദിനമാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. പുസ്തക ദിനം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. ഷേക്സ്പിയറുടെ ചരമദിനവും ജന്മദിനവും ഒക്കെ ഏപ്രിൽ 23 ഷേക്സ്പിയറുടെ. അയ്യങ്കാളി ജയന്തി മറന്നുപോരുതേ, ഓഗസ്റ്റ് 28. ഹാളി പോകുമ്പോൾ ഇങ്ങനെയുള്ളതെന്ന് ലൈറ്റായിട്ട് പഠിച്ചു വിടുന്നതുകൊണ്ട് ഹാളി പോകുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. കുഞ്ചൻ ദിനവും തുഞ്ചൻ ദിനവും തെറ്റണ്ട, മെയ് 5. തുഞ്ചൻ ദിനം ഡിസംബർ 31. മന്നം ജയന്തി ജനുവരി 2 മന്നം ജയന്തി. ഇതൊക്കെ അവധി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് അത് ഞാൻ എഴുതുന്നത്. ഓക്കെ. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികൾ? ഇത് രണ്ടും തിരിഞ്ഞു പോകൂടെ. 2 വരി എഴുതിയേക്കുന്നുണ്ടോ? ആദ്യത്തെ വരി എങ്ങനെയാണ് ഞാൻ എഴുതിയിരുന്നത്? കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. അടുത്തത് എന്താ? കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. അതാരുടെയാ? ചങ്ങമ്പുഴ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെയാണ്? ചങ്ങമ്പുഴയുടെ. മറ്റേത് കുഞ്ചുണ്ണി മാഷിന്റെ വരിയാണ്. എന്നോട് കാവ്. ഏറ്റവും കൂടുതൽ ഈ വരി പലപ്പോഴും എല്ലാവരും ചങ്ങമ്പുഴ എഴുതി വെച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് തന്നെ പഠിച്ചത്. പറഞ്ഞത് കാപട്യം സകലരും കാണുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെയും ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം പറഞ്ഞത് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ 2-3 വരികൾ പറയട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമോ നോക്കെ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൻ ഗ്രാമഭംഗി. ആരുടെയാ? ചങ്ങമ്പുഴ. പിന്നെ ഏതാ? മലയപ്പൂലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ആരുടെയാ? ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ അല്ലെ. മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. പിന്നെ ഉണ്ടല്ലോ, ആരു വാങ്ങുവിൻ ആരാമത്തിന്റെ രോമാഞ്ചം. ചങ്ങമ്പുഴയുടെ പൂമാല എന്ന് പറയുന്ന പ്രശസ്ത കവിതയിലല്ലേ ആരു വാങ്ങുവിൻ ആരാമത്തിന്റെ രോമാഞ്ചം. അല്ല, അതുപോലെ അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. ആരുടെയാ? ചങ്ങമ്പുഴയുടെ വരികളാ. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. ചങ്ങമ്പുഴ. മൊത്ത പേരെന്താ ചങ്ങമ്പുഴയുടെ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വിശേഷണങ്ങൾ എന്തൊക്കെയാ? മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നു. മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്നറിയപ്പെടുന്നതൊക്കെ ആരാ? ചങ്ങമ്പുഴ. എവിടെ ചങ്ങമ്പുഴ സ്മാരകം? ഇടപ്പള്ളി. ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണ്? ഇടപ്പള്ളി. ചങ്ങമ്പുഴയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് എഴുതിയതല്ലയോടെ രമണൻ. 1956 രമണൻ എഴുതി. രമണനിലെ നായകൻ ആരാ? രമണനിലെ നായകൻ രമണൻ തന്നെ. പിന്നെ ചന്ദ്രിക മദനൻ അല്ലെ. രമണൻ, ചന്ദ്രിക, മദനൻ
ഇതൊക്കെ ഏതിലെയാണ്? രമണനിലെ. അതുപോലെ ചങ്ങമ്പുഴ എഴുതിയ ഒരു നോവലിന്റെ പേര് ചോദിക്കൂടെ? കളിത്തോഴി. ഒരേ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ, കളിത്തോഴി. ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ്. ചങ്ങമ്പുഴ സ്മാരകം എഴുതാടെ ഇടപ്പള്ളി. പിന്നെ ഈ അടുത്ത കാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാ, അതായത് നമ്മുടെ MK സാനുവില്ലേ, പ്രശസ്ത എഴുത്തുകാരൻ MK സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയുടെ പേര് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. മറന്നുപോരുത്. അപ്പൊ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്ക് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? MK സാനുവിനാണ് അല്ലെ. ചങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ട 2-3 കൃതികൾ ഞാനൊന്ന് പറയട്ടെ. പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, മനസ്വിനി, രക്തപുഷ്പങ്ങൾ, ബാഷ്പാഞ്ജലി, രമണൻ, കളിത്തോഴി, ഇതൊക്കെ ചങ്ങമ്പുഴയുടെ കൃതികളാണ്. ഓർത്തു വെച്ചിരിക്കണേ. ആത്മകഥയുടെ പേര് തെറ്റണ്ട. ചങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേര് തുടിക്കുന്ന താളുകൾ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ന്യൂക്ലിയോണുകൾ 2 പേരെ വരാവൂ, പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായാൽ ഐസോട്ടോൺ എന്ന് വിളിക്കുന്നു. ഐസോട്ടോൺ എന്ന് വിളിക്കുന്നു. ഐസോബാറും ഐസോടോപ്പും നമുക്കുണ്ട് അല്ലെ. ഐസോബാർ എന്താ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ളത് ഐസോബാർ. ഐസോടോപ്പ് എന്താ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളത്, അത് ഐസോടോപ്പ്. ഇതേതാ? ഐസോട്ടോൺ. എന്താ ഐസോട്ടോൺ? ന്യൂട്രോണുകളുടെ എണ്ണം, തുല്യ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം വരുന്ന ആറ്റങ്ങളെ വിളിക്കുന്ന പേര് ഐസോട്ടോൺ എന്നാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്നറിയപ്പെടുന്നത്. എന്നാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി വന്നത്? സുപ്രീം കോടതി വന്നത് 1950 ജനുവരി 28 ന്യൂഡൽഹിയിലല്ലേ. ആദ്യ സുപ്രീം കോടതി 1774 കൊൽക്കത്തയിൽ വാറൻ ഹേസ്റ്റിംഗ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി എവിടെയെന്ന് ചോദിച്ചാൽ 1774 കൊൽക്കത്തയിൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ സുപ്രീം കോടതി എന്നാണ് വന്നത്? 1950 ജനുവരി 28 ന്യൂഡൽഹിയിലാണ്. കേരള ഹൈക്കോടതി വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന അതേ ഡേറ്റിൽ തന്നെ 1956 നവംബർ 1 അല്ലെ. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ടുള്ള വന്യജീവി സങ്കേത കേന്ദ്രമല്ലേ മംഗളവനം. കേരള ഒരു ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്, ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേത കേന്ദ്രം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഒക്കെ ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. അപ്പൊ കേരള ഹൈക്കോടതി വന്നതെന്നാണ് 56 നവംബർ 1. 56 നവംബർ 1 കേരള PSC നമ്മൾ പഠിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ കേരള PSC വന്നത് 56 നവംബർ 1, കേരളം വന്നത് 56 നവംബർ 1, കേരള പോലീസ് വന്നത് 56 നവംബർ 1. ഇതെല്ലാം 56 നവംബർ 1 ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ സുപ്രീം കോടതി വന്ന ഡേറ്റ് എന്നാണ്? 50 ജനുവരി 28 രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാകാൻ ഒരു ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുക 15,000 രൂപ കെട്ടിവെക്കണം. രാഷ്ട്രപതിയോ അവരുടെ ഇലക്ഷന്. രാജ്യസഭ ലോകസഭ മെമ്പർ ആകാൻ ഒരു ഇലക്ഷന് കെട്ടിവെക്കേണ്ടത് 25,000 രൂപയും അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരാണെങ്കിൽ 12,500 രൂപ കെട്ടിവെച്ചാൽ മതി. പകുതി പൈസ കെട്ടിവെച്ചാൽ മതി രാജ്യസഭ ലോകസഭ അംഗമാക്കാൻ. സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു MLA ആയി മത്സരിക്കാൻ 10,000 രൂപ കെട്ടിവെക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കാണെങ്കിൽ പകുതി പൈസ മതി, 5,000 രൂപ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് കയറിയാല, അതൊന്ന് നോക്കി വെച്ചിരിക്കണേ. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മഴയെ സൂചിപ്പിക്കുന്ന അലേർട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുക. നമുക്ക് എത്ര അലേർട്ട് ഉണ്ട്? വൈറ്റ് അലേർട്ട്, ഗ്രീൻ അലേർട്ട്, യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് അല്ലെ. 5 അലേർട്ടുകളല്ലേ. നമുക്ക് അലേർട്ടുകൾ ഒന്ന് നോക്കാം. വൈറ്റ്, മഴയില്ല, സാധ്യതയില്ല, ചാറ്റൽ മഴയെങ്ങാനും പെയ്താൽ അങ്ങനെ പ്രഖ്യാപിക്കാറില്ല, വൈറ്റ് അലേർട്ട്. ഗ്രീൻ അലേർട്ട്, ചെറിയ തോതിലുള്ള മഴ ഉണ്ടായിരിക്കും എന്നൊരു പ്രഖ്യാപനമാണ് ഗ്രീൻ അലേർട്ട്. യെല്ലോ അലേർട്ട് തൊട്ട് നല്ലോണം പറയും, TV-യിലൊക്കെ എപ്പോഴും പറയും, ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു. ശക്തമായ ഒരു മഴയെ സൂചിപ്പിക്കുന്നത് യെല്ലോ അലേർട്ട്. പക്ഷേ ശക്തത്തിൽ അതേപോലുള്ളതാണ് ഓറഞ്ച് അലേർട്ട്. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുകയും അതീവ ജാഗ്രതാ മുന്നറിയിപ്പുകൾ എടുക്കുകയും സുരക്ഷാ തയ്യാറെടുപ്പുകൾ നടക്കേണ്ടത് ഓറഞ്ച് അലേർട്ടിലാണ്. റെഡ് അലേർട്ട് പിന്നെ ഒട്ടും പറയണ്ട. എന്താ? അതിശക്തമായ തീവ്രമായ മഴ സൂചിപ്പിക്കും, കർശന സുരക്ഷാ നടപടി സ്വീകരിക്കും. ദുരന്ത മേഖലയിൽ നിന്നും എല്ലാവരെയും സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നു. അതാണ്. അപ്പൊ ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയാണ്, അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് മതി. പക്ഷെ റെഡ് അലേർട്ട് അതിശക്തവും തീവ്രവുമാണ്, പക്ഷെ എല്ലാവരെയും മാറ്റി പാർപ്പിക്കുക, സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പോ. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ.
ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ്. 34-ലാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് തുടങ്ങി. ഇപ്പൊ നമ്മൾ പഠിച്ചു രഞ്ജി ട്രോഫിയിലെ ഫൈനലിൽ നമ്മൾ എത്തിച്ചേർന്നായിരുന്നു അല്ലെ, കേരളം എത്തിച്ചേർന്നു. വിദർഭയിലായിരുന്നു, അവരാണ് വിജയിച്ചത്. ജേതാക്കൾ വിദർഭ, ഫൈനലിൽ എതിരാളി ആരായിരുന്നത്? കേരളമായിരുന്നു അല്ലെ. ഗുജറാത്തെ മറികടന്നുകൊണ്ട് കേരളം എത്തി, വിദർഭയാണ് നേടിയത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത് ചിലവർ പഠിക്കാറില്ല, പക്ഷേ ഒരു പക്ഷേ 12th ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് വരാം. നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിലൂടെ 10-11 എണ്ണം അല്ലേ, അതിനെ ധാർമ്മികമെന്നും പൗരധർമ്മമെന്നും രണ്ടായിട്ട് തിരിക്കാം. മൗലിക കർത്തവ്യങ്ങൾ, ധാർമ്മികം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ ഉദാത്തമായ ആശയങ്ങളെ കുറിച്ച് പറയുന്ന ഏതെല്ലാം ധാർമ്മികം. പൗരധർമ്മം എന്ന് പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടന, ദേശീയ പതാക, ദേശീയ ഗാനം തുടങ്ങിയവയൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നില്ലേ, ഈ പറയുന്ന ഭാഗങ്ങളെയെല്ലാം പൗരധർമ്മം. അപ്പം മൗലിക കർത്തവ്യങ്ങൾ എത്രയായി തിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ധാർമ്മികവും പൗരധർമ്മവും എന്ന് പറയുന്നത്. ധാർമ്മികം സ്വാതന്ത്ര്യ സമരത്തിലെ ഉദാത്തമായ ആശയങ്ങളും, പൗരധർമ്മം എന്ന് പറയുന്നത് ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ ചിഹ്നം ഇതെല്ലാം ആദരിക്കുക എന്ന്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ്? 4A അല്ലെ. ഭാഗം ചോദിച്ചാൽ 4A, ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A. സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരം റഷ്യയിൽ നിന്നും കടമെടുത്തു. മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തു? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തുന്നത്. ഏതാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്? സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഒരുവിധം നല്ല കുറെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒത്തിരി സമയം എടുത്തോന്നൊരു എനിക്ക് സമയം അറിയാൻ വയ്യ, ഇതിലോട്ട് ഒക്കെ വായിച്ചു എടുത്തിട്ടില്ല. എന്നാലും കുറെ ഒത്തിരി എടുത്തെങ്കിൽ ഒരു ക്ഷമിച്ചേക്കണേ. ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂറിനകത്ത് തീർക്കണം എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്ക് റിവിഷനുമായിട്ട് ഞാൻ വീണ്ടും വരാം. നല്ല കുറെ റിവിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, പഠിച്ചവർക്ക് പ്രയോജനപ്പെടും. തുടക്കക്കാരെ ടെൻഷനൊന്നും അടിക്കരുത്. ഒത്തിരി ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നരുത്. കാരണം 500 ചോദ്യമെങ്കിലും പറഞ്ഞു ഞാൻ വെറുതെ വന്ന് ഒരു 10-100 ചോദ്യം പറഞ്ഞിട്ട് എനിക്ക് പോയാൽ നിങ്ങൾ ബുക്ക് നോക്കി അങ്ങ് വായിച്ചാൽ ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ 1-2 തവണ നിങ്ങൾക്ക് വേണ്ടി ആ ഭാഗം റിവിഷൻ വീണ്ടും പറയുന്നുണ്ട്, ചെവിയിലോട്ട് കേൾക്കട്ടെ. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ വീണ്ടും കേൾക്കുക, പ്രയോജനപ്പെടട്ടെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കോടുകൂടി, നിങ്ങൾക്ക് നല്ല റാങ്കോടുകൂടി എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലി കയറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ശ്രമഫലം പരീക്ഷയുടെ തലേന്ന് വരെ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുക. കളിയും ചിരിയും ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാം അടുത്ത വർഷവും നമുക്ക് ആഘോഷിക്കാം. ഒന്ന് സേഫ് സോണിൽ എത്തുന്നത് വരെ ഇച്ചിരി റിസ്ക് എടുത്ത് പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഓരോ വർഷവും കോമ്പറ്റീഷൻ കൂടുതലാണ്. ഓരോ വർഷം കഴിയുമ്പോൾ വയസ്സ് കൂടുന്തോറും ടെൻഷനാണ്. പിന്നെ നമ്മളെ പാതി വഴിക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം കിട്ടിയ നല്ല സമയത്ത് മാക്സിമം സമയം കണ്ടെത്തി രാവിലെയൊക്കെ എണീച്ചോ, രാത്രി അങ്ങോട്ട് കൂടുതൽ സമയം ഇരുന്നോ, അറിഞ്ഞുകൂടാത്തത് കൂടുതൽ മനസ്സിലാക്കി ഇതുപോലുള്ള ആപ്പുകളിലൊക്കെ എല്ലാം നല്ല നല്ല ക്ലാസ്സുകൾ അതൊക്കെ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറെ കിട്ടും. ധൈര്യമായിട്ടിരിക്കട്ടെ. നമ്മളെ പോലുള്ളവർക്കല്ലേ കിട്ടുന്നത്, പിന്നെ ആർക്കാ? അതുകൊണ്ട് മുന്നേറുക. എല്ലാവിധ പ്രാർത്ഥനകളും നൽകുകയാണ്, എല്ലാവിധ ആശംസകളും നൽകുകയാണ്. നന്ദി, നമസ്കാരം.